ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെഹന്തിയുടെ ക്ലാസ്സാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ. പിന്നെ ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലോ വാട്സപ്പിലോ ചോദിക്കാട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അറബിക് ഫ്ലോറിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വേറൊരു അറബിക് ഫ്ലോറിലാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഹെന്ന ഫ്ലോറൽസാണ് ഇപ്പോൾ നോക്കുന്നത്. ഹെന്ന എലമെൻസും അതുപോലെ തന്നെ ഫ്ലോറൽസിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറലിൽ വരയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് ഒരു സേൾ തന്നെയാണ്. സേൾ നമ്മൾ കൂടുതൽ ലെയർ കൂട്ടിയിട്ട് ഇതുപോലെ വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു കർവ് ഷേപ്പിൽ ഒരു ലൈന് കൊടുക്കുക. ശേഷം അതിൻ്റെ അടുത്ത ലൈനും കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്കൊരു ഔട്ടർ ലൈൻ വരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു സേളിന് ചുറ്റും ഓരോ ഔട്ടർ ലൈനാണ് വരച്ചെടുക്കുന്നത്. കണ്ടില്ലേ, 3 എണ്ണം ആദ്യം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നെക്സ്റ്റുള്ള ഇത് വരച്ച് തുടങ്ങുക. കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ട്. അങ്ങനെ നമുക്ക് എത്ര വലുപ്പത്തിൽ ഈ ഒരു ഫ്ലോറിൽ കിട്ടണോ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് മുഴുവനായിട്ടും വരച്ചെടുക്കണം. ഇത് നമുക്ക് വേറൊരു രീതിയിലും വരക്കാം. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വേണ്ട ആ ഒരു സൈസിൽ നമുക്ക് ഈ പെറ്റൽസ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു ലെയർ മുതൽ ആ ഒരു പെറ്റൽ മുതൽ ബാക്കി എല്ലാ പെറ്റൽസും ബോൾഡാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ബോൾഡാക്കുന്ന രീതിയാണ് ലാസ്റ്റ് കാണിച്ചു തരുന്നത്. ഔട്ടർ ലൈൻ വരച്ചിട്ട് ബോൾഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മുഴുവൻ ബോൾഡാക്കി എടുക്കണം. ഇത് നമ്മൾ കയ്യിൽ വരയ്ക്കുമ്പോൾ പേപ്പറിൽ വരയ്ക്കേണ്ടതായിട്ട് ഈസിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല കോൺസ് ആണെങ്കിൽ നമുക്കൊന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത സേൾ വരയ്ക്കാം. ലെയർ കൂട്ടിക്കൊണ്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വരച്ച അതേപോലെ ഔട്ടർ ലൈൻ വരച്ചുകൊണ്ട് അത് ബോൾഡാക്കി കൊടുക്കാം. 3 ഔട്ടർ ലൈൻ 3 ലൈന് കൊടുക്കാം, 3 പെറ്റൽസ് കൊടുക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് പെറ്റൽസ് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതാണ് വേണ്ടെങ്കിൽ കുറച്ച് പെറ്റൽസ് കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ഈ സെയിം രീതിയിലുള്ള പെറ്റൽസ് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതും ബോൾഡ് ചെയ്ത് കൊടുക്കണം മുഴുവനായിട്ട് വരച്ചതിന് ശേഷം. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് ബോൾഡാക്കി കൊടുക്കാം. അടുത്ത സേൾ നമുക്കിതാ ഇവിടെ കൊടുക്കാം. ഈ ഒരു രീതിയിൽ സേൾ കൊടുക്കാം. അതിലും നമുക്ക് പെറ്റൽസ് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം 2 പെറ്റൽസാണ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് 3 പെറ്റൽസ് കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നമുക്ക് വേണ്ട ഒരു സൈസിൽ പെറ്റൽസ് വരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതും ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എലമെൻറ്റ്സൊക്കെ കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ഫാൻസി സേളും പിന്നെ ഒരു ലൈനും ഒരു ഡോട്ടും പിന്നെ വൈൻസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 3 വൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ലീഫാണ് കൊടുക്കുന്നത്. ഒരു 3 ലീഫാണ് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ലീഫാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടിയർ ഡ്രോപ്സും കൊടുത്തിട്ട് ഇത് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അറബിക് ഫ്ലോറിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ ഹാൻഡിലൊക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ള എവിടെ വരയ്ക്കും എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റൊക്കെ ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഔട്ടർ ലൈന് വരയ്ക്കാതെ നമ്മൾ ഈ ഒരു സേൾ വരച്ചുകൊണ്ട് ഈ ഒരു ഫ്ലോറിൽ വരയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ഔട്ടർ ലൈൻ വരച്ചതിൻ്റെ പകരമായിട്ട് ഇതുപോലെ ഒരു തിൻ ലൈന് വരച്ചിട്ട് ഇങ്ങനെ ബോൾഡ് ചെയ്തിട്ടുണ്ടില്ലേ,
ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുക. പ്രഷർ കൊടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിനെ ഫിനിഷാക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരക്കാം കേട്ടോ. കണ്ടില്ല, ഇത് നമ്മൾ ഹാൻഡിൽ വരക്കുമ്പോൾ വേറെ ഡിസൈൻസിൻ്റെ കൂടെയൊക്കെ വരക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും, ലീഫുകളും എല്ലാം കൊടുത്ത് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഡിസൈനുകൾ മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ബ്രൈഡൽ ഡിസൈൻ അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ നമ്മൾ വരക്കുന്ന രീതിയൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നമുക്കിതൊക്കെ ഇനിയും പഠിക്കാനുള്ള ഓരോ ഡിസൈൻസാണ് കേട്ടോ, ഇതൊക്കെ വരയ്ക്കുന്നതും ഫില്ല് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.